ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന ലിയോ 14 മാർപ്പാപ്പ ഈ അടുത്ത സമയത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി, ഇനി മുതൽ കത്തോലിക്ക സഭയ്ക്കും അതിൻ്റെ വിശ്വാസികൾക്കും മറിയം ഒരു സഹരക്ഷകയല്ല. അതായത് ഷീ ഈസ് നോട്ട് എ കോ റിഡംട്രിക്സ് ഓർ എ കോ റിഡീമർ, മറിച്ച് ക്രിസ്തുവാണ് രക്ഷ, ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. മറിയം മറ്റു പല വ്യക്തികളെ പോലെ രക്ഷാകര ദൗത്യത്തിൽ സഹകരിക്കുക മാത്രമാണ് ചെയ്തത്. ആ നിലയ്ക്ക് മറിയത്തിന് വലിയ സ്ഥാനം സഭ നൽകുന്നുണ്ട്. എന്നാൽ മറിയത്തിലൂടെ രക്ഷ എന്ന ആശയത്തിന് മാറ്റം വരുത്തിയിരിക്കുകയാണ് കത്തോലിക്ക സഭ. ഇത് കത്തോലിക്ക സഭയ്ക്ക് വൈകി ഉദിച്ചൊരു വിവേകവും അറിവും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് യാതൊരു തർക്കവുമില്ല. ലിയോ 14 മാർപ്പാപ്പയ്ക്ക് മുമ്പുണ്ടായിരുന്ന മാർപ്പാപ്പമാർ, പ്രത്യേകിച്ചും ജോൺ പോൾ II, മറിയത്തെ ആരാധിക്കാനും മധ്യസ്ഥത മറിയത്തോട് അപേക്ഷിക്കാനും പഠിപ്പിക്കുകയും അവർ വലിയ മറിയ ഭക്തരുമായിരുന്നു. എന്നാൽ ഇവിടെ ഉയരുന്ന ഒരു സംശയം, സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചെയ്തു വന്നിരുന്നതായ അനുഷ്ഠിച്ചിരുന്നതായ മറിയ ഭക്തി, മറിയത്തോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ മറിയ സഹരക്ഷക എന്ന രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ, ഇവരുടെ തുടർന്നുള്ള ആത്മീയ ജീവിതത്തിൽ വലിയ കുറവുകൾ വല്ലതും വരുത്തുമോ, അല്ല അങ്ങനെ ചെയ്തിരുന്നത് കൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഉണ്ടോ? അപ്പം ഇത്തരം ഒരു ആശയക്കുഴപ്പം സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു പ്രഖ്യാപനം. അതുപോലെ തന്നെയാണ് ഈ കുർബാനയെ പറ്റിയുള്ള തർക്കവും. അതും സാധാരണ വിശ്വാസികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ഇത്. അതിലും വലിയൊരു ആശയക്കുഴപ്പമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഈ ആശയക്കുഴപ്പത്തിന് പ്രധാന കാരണം വിശുദ്ധ വേദപുസ്തകം ശരിയായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിൽ വന്ന പോരായ്മ കൊണ്ടാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൻ്റെ ചരിത്രപരവും വേദ പുസ്തക അടിസ്ഥാനത്തിലുള്ള ചില ചിന്തകൾ നമുക്കൊന്ന് നോക്കാം. AD 431 എഫെസോസിൽ വെച്ച് ഒരു സുന്നഹദോസ് കൂടുകയും ആ സുന്നഹദോസിൽ വെച്ച് മറിയത്തെ തിയോടോക്കോസ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. തിയോടോക്കോസ് എന്ന പദത്തിൻ്റെ അർത്ഥം ദ ബിയർ ഓഫ് ഗോഡ്, മദർ ഓഫ് ഗോഡ് എന്നാണ്. അത് ദൈവത്തെ വഹിച്ചവൾ, ദൈവമാതാവ് എന്നാണ് ഈ തിയോടോക്കോസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഫെസോസ് സുന്നഹദോസിൽ പരിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ പരിശുദ്ധ സുറിയാനി സഭയുടെ മാർ സേവിയോറിയോസ് പാത്രിയർക്കീസും മറിയാമിനെ സംശയം കൂടാതെ ദൈവമാതാവെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു പരിശുദ്ധ പിതാവാണ്. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സമാഗമന കൂടാരത്തിലെ വിശുദ്ധ പേടകത്തിനുള്ളിൽ ഈ മന്നായും ഈ കർത്താവ് ഈ കൽപ്പന മോശയ്ക്ക് ദൈവം കൊടുക്കുന്ന കൽഫലകങ്ങളും വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കും. ഈ പഴയ നിയമത്തിലെ മന്ന നിക്ഷേപിത ചെപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ മറിയത്തെയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഗബ്രിയേൽ മാലാഖ വിശുദ്ധ മറിയത്തെ സംബോധന ചെയ്യുന്നത് തന്നെ കൃപ നിറഞ്ഞവളെ എന്നാണ്. നന്മ നിറഞ്ഞവളെ എന്നല്ല, കൃപ നിറഞ്ഞവളെ എന്നാണ്. അതിൻ്റെ അർത്ഥതലത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ കൃപയുടെ ഉറവിടമാണ് വിശുദ്ധ മറിയം എന്ന് പറയുന്നതിന് അതിൽ യാതൊരു തർക്കവുമില്ല. അതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ പറയുന്നതിൽ. പിന്നെ നമുക്കറിയാം, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണത്തെ പറ്റി വിവരിക്കുന്നുണ്ട്. ഈ കാനായിലെ കല്യാണത്തിന് യേശുവിനെ മാതാവിനെ ക്ഷണിച്ചപ്പോൾ മാതാവിനോട് അവിടെയുള്ള ആൾക്കാർ പറയുകയാണ്, വീഞ്ഞു തീർന്നുപോയി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. മാതാവ് ഒട്ടും ശങ്കിച്ചില്ല, മകനോട് പറയുകയാണ്, വീഞ്ഞ് തീർന്നുപോയി, നീ അതിന് ഒരു പരിഹാരം ഉണ്ടാകണം. അപ്പോൾ കർത്താവ് മാതാവിനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? അപ്പം ഈ കാനാവില് കർത്താവ് മറിയം പറഞ്ഞതനുസരിച്ച്
പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തൻ്റെ ഒന്നാമത്തെ അത്ഭുതം ചെയ്യുന്നുണ്ട് എങ്കിലും കർത്താവ് മറിയത്തിനോട് ചോദിക്കുന്നത്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്ത്? അങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്കിലും മറിയത്തിന് പുത്രനിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറിയം അവിടെ നിന്നവരോട് പറഞ്ഞത്, അവൻ പറയുന്നത് പോലെ ചെയ്യുവീൻ എന്ന് പറഞ്ഞത്. അവൻ പറയുന്നത് പോലെ ചെയ്യുവീൻ എന്ന് മറിയം പറഞ്ഞതിലൂടെ പുത്രന്റെ, യേശുവിൻ്റെ ദൈവത്വത്തിൽ മറിയത്തിനുള്ള പൂർണ്ണ വിശ്വാസത്തെയാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാനായിലെ കല്യാണത്തിൽ കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സമയമായില്ല എന്ന് ആണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ആ കാനായിലെ കല്യാണത്തിൻ്റെ ആ സമയത്ത് തൻ്റെ കുരിശുമരണവും ഉദ്ധാനവും കർത്താവ് മുന്നേ കണ്ടിരുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം, ആ 19-ാം അധ്യായത്തിൽ കുരിശിൽ കിടക്കുമ്പോൾ കർത്താവ് വിശുദ്ധ യോഹന്നാനെ നോക്കിയിട്ട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മയെന്ന്. മറിയത്തെ യോഹന്നാന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മയെന്ന്. ഇങ്ങനെ പറഞ്ഞതിലൂടെ കർത്താവ് മറിയയ്ക്ക് വിശ്വാസികളുടെ അമ്മ എന്ന ഒരു സ്ഥാനം നൽകുകയല്ലേ ശരിക്കും ചെയ്തത്. തിരുവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നത്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും തന്നെ യഹോവയെ സ്തുതിക്കുന്നില്ല എന്നാണ്. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യഹോവയാ ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്തു മാത്രമാണ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നാം മറിയത്തെ അമലോത്ഭവ എന്നും അല്ലെങ്കിൽ ഉടലോടെ സ്വർഗത്തിൽ പോയവളും എന്ന് വിളിക്കുന്നത് ശരിയോ എന്ന് ചിന്തിക്കേണ്ടത്. മറിയം മരിച്ചതിന് ശേഷം ഉടൽ ദൂതന്മാർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് സുറിയാനി സഭകൾ പഠിപ്പിക്കുന്നു. ഈ ഗാർഡിയൻ പത്രം കഴിഞ്ഞ ദിവസത്തിൽ പോപ്പിന്റെ പ്രഖ്യാപനം വന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്തയിൽ മറിയത്തിന്റെ പ്രത്യക്ഷപ്പെടലുകളെല്ലാം തന്നെ എപ്പോഴും യാഥാർത്ഥ്യമല്ല എന്ന് പോപ്പ് ഫ്രാൻസിസ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറഞ്ഞിരുന്നത് വായിക്കുവാനിടയായി. ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാവുന്ന ചില കാര്യങ്ങളാണ്. ചില മറിയം പ്രസ്ഥാനങ്ങൾ കൂണ് പോലെ മുളച്ചു വന്നിട്ട് മറിയത്തെ ഒരു കൾട്ടാക്കി, മറിയത്തെ ദൈവമാക്കി പ്രചരിപ്പിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ പോപ്പിൻ്റെ ഈ നിർദ്ദേശം അവർക്കൊക്കെയുള്ള ഒരു താക്കീതാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ക്രിസ്തുവിനേക്കാൾ മറിയത്തോടുള്ള പ്രാർത്ഥനയും ആരാധനയും ക്രിസ്തു വിശ്വാസത്തിൽ നിന്നും ക്രിസ്തു ഏക രക്ഷകനെന്നും ഉള്ള രക്ഷാകര വിശ്വാസത്തിൽ നിന്നും വിശ്വാസികളെ അകറ്റാനുള്ള സാത്താൻ്റെ ഒരു തന്ത്രമാണ് എന്നുള്ള സത്യം, ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ എന്നും തിരിച്ചറിയേണ്ടതാണ്. ചുരുക്കത്തിൽ പോപ്പിൻ്റെ നിർദ്ദേശം കത്തോലിക്ക വിശ്വാസികളുടെ മറിയ വിശ്വാസത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം മറിയത്തോട് മധ്യസ്ഥം അപേക്ഷിക്കരുതെന്നോ അല്ലെങ്കിൽ ജപമാല ചൊല്ലരുതോ എന്നൊന്നും പോപ്പ് പറഞ്ഞിട്ടില്ല. എന്നാൽ ക്രിസ്തു ഏകരക്ഷകനാണെന്നും ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷയെന്നും അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പം ക്രിസ്തുവിൽ മാത്രമാണ് രക്ഷ, ക്രിസ്തുവാണ് രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നതിലൂടെ അതിൻ്റെ ശരിയായ ഉദ്ദേശവും അർത്ഥവും ഓരോ വിശ്വാസികളും മനസ്സിലാക്കി അത് വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ പഠിച്ചു മനസ്സിലാക്കട്ടെ. അതിന് വിശ്വാസികളായവർക്ക് പരിശുദ്ധാത്മ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.